പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥയിൽ അത്താറെ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ കർത്താവ് ഈ പ്രഭാതത്തിലെ അങ്ങയുടെ മക്കളെ കാത്ത് കൊതിച്ചിരിക്കുകയാണ്. ഈശോയെ, നിന്റെ വലതുകരത്തിൻ്റെ ഒരാശീർവാദം കിട്ടാൻ വേണ്ടി കർത്താവ് ഇന്ന് യാത്രയ്ക്ക് ഒരുങ്ങുന്ന ഓരോ മക്കളുണ്ട്. ഓരോ ഉദ്യമങ്ങളിലൂടെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പോണവരുണ്ട്. ഓരോ ലക്ഷ്യങ്ങൾ മനസ്സിൽ വെച്ച് പോകുന്നവരുണ്ട്. കർത്താവേ, നിന്റെ തിരുമുറുവാർന്ന് ആണിപ്പെടുതാന്ന് വലതുകരം മക്കളുടെ ശിരസ് വെക്കണമേ. അവർ പോകുന്നിടത്തേക്കല്ല, നീ പോകുന്നിടത്തേക്കെല്ലാം ഞാൻ നിൻ്റെ കൂടെ വരുമെന്ന് കർത്താവ് അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഈശോയെ, അങ്ങയുടെ സഞ്ചാര സാന്നിധ്യം അങ്ങയുടെ മക്കളുടെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നിൻ്റെ ഉന്നതമായ നാമത്തെ സ്വസ്ഥം ചെയ്യുന്നു. മക്കളില്ലാത്തവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ആശുപത്രി കിടക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓരോ ബിസിനസ് ചെയ്തിട്ട് തകർന്നു പോകുന്നവരെ കർത്താവ്, ഇന്നെങ്കിലും 10 പൈസ കിട്ടുക ഈശോയെ. കച്ചവടം ചെയ്തിട്ട് നിവൃത്തിയില്ലാതിരിക്കുന്നവരുണ്ട്. കന്യൻ്റെ കയ്യിൽ പൈസ അകപ്പെട്ടു പോയവരുണ്ട്. അത് തിരക്കി പോകുന്നവരും ചോദിക്കാൻ പോകുന്നവരുണ്ട്. അപ്പം അവരെല്ലാം അവരുടെ ഉദ്യമങ്ങളെല്ലാം കർത്താവ് കൊച്ചു തോബിയാസിനെ നീ വിട്ടില്ലേ, കടങ്ങൾ തിരിച്ചു കിട്ടി മേടിക്കാൻ വേണ്ടി. അതുപോലെ അന്ന് റാഫേൽ മാലാഖനൊക്കെ നീ കൂടെ വിട്ടില്ലേ, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു വിട്ട മേടിക്കാൻ വേണ്ടി വിടുന്നവരുടെ കൂടെ പരിശുദ്ധമേ നീ കൂടെ വിടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ കർത്താവേ, ഉദ്യോഗത്തിൻ്റെ കാര്യത്തിന് വേണ്ടി പോകുന്നവരുണ്ട്, പഠന കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, ജീവിത വ്യാപാരങ്ങൾക്ക് സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നത് അവരുടെ എല്ലാം കർത്താവിന് തിരുസേന സമർപ്പിക്കുന്നു. ടെസ്റ്റ്, ഇൻ്റർവ്യൂ, പരീക്ഷ, അതുപോലെ ഏജൻസി, ക്രയവിക്രയങ്ങൾ, ജീവിതമാർഗങ്ങൾ, വിദൂരയാത്രകൾ, അങ്ങനെ ബന്ധുത്വം മുറക്ക് പോകുന്ന വിവാഹയാത്രകൾ, ഈശോയെ എവിടെയെല്ലാമൊക്കെ പോകുന്നു അവിടെയെല്ലാം അങ്ങയുടെ മക്കളുടെ കൂടെ നീ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ മുഴുവൻ യാത്രകളിൽ കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടാവുകയും മാതാവ് നിൻ്റെ വലതുകരം ഗ്രഹിക്കുകയും സഞ്ചാരി മാതാവ് രാത്രി നീ തിരികെ വരുമ്പോൾ നിന്നെ ആരോഗ്യത്തോടെയും സമാധാനത്തോടെയും സുരക്ഷിതമായി ദൈവം നിന്നെ തിരികെ എത്തിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സുരക്ഷ നീക്കുവാമേ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈശോ കൈകാര്യം ചെയ്ത സബ്ജക്റ്റാണ് കളകൾ. മത്തായിയുടെ സുവിശേഷം 13:27 എടുത്തേ. വേലക്കാർ ചെന്ന്
വേലക്കാർ ചെന്ന് വീട്ടുടമസ്ഥനോട് ചോദിച്ചു, യജമാനനെ, നീ വയലിൽ നല്ല വിത്തല്ലേ വിതച്ചത്? പിന്നെ കളകളുണ്ടായത് എവിടെ നിന്ന്? അവൻ പറഞ്ഞു, ശത്രുവാണ് ഇത് ചെയ്തത്. എൻ്റെ മക്കളെ, ഞാനിത് പറയാൻ കാര്യം അറിയോ? ഞാൻ പലപ്പോഴും ഈ വിഷയം ധ്യാനിപ്പിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മ പറയണതേ, ഞാനൊരു സൂചന തന്നായിരുന്നു ഇതേ പങ്ക്തിയിൽ. പരിശുദ്ധാത്മ പറയണതേ, 2 തരം കളകളുണ്ടെന്നാണ് പറയണത്. ഒന്നിങ്ങനെ പുറമേ നിന്ന് കൊണ്ടുവന്ന് വിതച്ചിട്ട് പോയി കളഞ്ഞെന്ന് പറയത്തില്ലേ? 2ാമത്തെ കള ആ മണ്ണിൽ തന്നെ തന്നെത്താൻ കിളുത്തു വരുന്ന സംഭവമുണ്ട്. നമുക്കറിയാമല്ല, എത്ര ഉണങ്ങി, ഇപ്പോൾ ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളൊക്കെ വളരെ ഉണങ്ങി കിടക്കണ പറമ്പാണെങ്കിലും മഴ വന്നു കഴിയുമ്പോൾ 100,000 ചെടികൾ മുളച്ചവനെ കാണാം. വേര് പൊട്ടിയൊക്കെ മുളച്ചും അതിൻ്റെ തരി വീണ് അരി വീണൊക്കെ മുളക്കും. അപ്പം ഈ അകത്തുനിന്ന് മുളച്ചു വരും, ആ മണ്ണിൽ തന്നെ ആരും കൊണ്ടൊന്നും വാകാതെ തന്നെത്താൻ മുളച്ചു വരുന്ന. പണ്ടേ അവിടെ കിടന്നിരുന്നതാണ്. അനുകൂലമായ സാഹചര്യം വന്നപ്പോൾ ആ കള അകത്തുനിന്ന് ആരും കൊണ്ടൊന്നും പാകാതെ അകത്തുനിന്ന് മുളച്ചു വരും. ഈ അകത്തുനിന്ന് മുളച്ചു വന്നാലും പുറത്തുനിന്ന് കൊണ്ടുവന്ന് പാകി പിടിപ്പിച്ചാലും വിള നശിപ്പിച്ച് കളയും. അത് കളയുടെ ഒരു പ്രധാനപ്പെട്ട വിഷയം. ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ പോണ, ഈ അകത്തുനിന്ന് വരുന്ന കളകളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം ഞാനത് കാര്യം പറയട്ടെ, നിങ്ങൾക്കിപ്പോൾ ഒരു അനുഗ്രഹം കിട്ടി വിചാരിച്ചു. ഞാനീ പറയണത് സാക്ഷ്യം പറയാൻ ഒരിക്കലും വൈകരുത്. എന്താ കാര്യത്തിൽ കളകൾ വളരും അകത്തുനിന്ന്. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലേ 7 വർഷമായിട്ട് അവർക്ക് മക്കളില്ല. മക്കളെ കിട്ടത്തില്ല എന്ന് ഡോക്ടേഴ്സും പറഞ്ഞു. മരുന്ന് കഴിക്കണില്ലേ. പക്ഷെ അവർ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ അവർക്ക് ഒറ്റ പ്രസവത്തിൽ 1 മാസം തന്നെ കഴിഞ്ഞപ്പോൾ തന്നെ പ്രഗ്നൻ്റായി. അവർക്ക് ഒറ്റ പ്രസവത്തിൽ 3 കുഞ്ഞുങ്ങളെ കിട്ടി. അവരിപ്പോൾ ഒന്ന് സാക്ഷ്യം പറഞ്ഞില്ലെങ്കിൽ എന്ത് പറ്റും? കുറച്ച് കഴിയുമ്പോൾ കളകൾ പണ്ടിതുപോലെ ഈ നമ്മുടെ ഇടത്തുവായിന്ന് ഞാൻ ഒരു കുഞ്ഞുങ്ങളെ എടുത്തു തുടങ്ങിക്കാൻ വന്നായിരുന്നു ഇവിടെ. അപ്പോൾ അവർക്ക് 14 കൊല്ലമായിട്ട് മക്കളില്ലായിരുന്നു. ഉടമ്പടി എടുത്തപ്പോൾ അവർക്ക് 3 കുഞ്ഞുങ്ങളെ കിട്ടി. അപ്പം ഞാൻ അവരോട് എടുത്തു തുടങ്ങിക്കാൻ വന്ന കുഞ്ഞിനങ്ങളാണ്. അപ്പം ഞാൻ ഇതുവരെ സാക്ഷ്യം പറഞ്ഞില്ലേ? ആ പറഞ്ഞത് ഞങ്ങൾ വരുവച്ചാന്ന് പറയും, ഇതുവരെ കണ്ടിട്ടില്ല. അതെന്താ സംഭവം? അപ്പം അങ്ങനെ വരുമ്പോൾ എന്ന് വെച്ചാൽ അത് ദൈവത്തിനുള്ളതല്ലേ, അവർ ദൈവത്തിന് കൊടുത്തില്ല. അപ്പം എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ വരുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ കളകൾ ഉള്ളിൽ നിന്ന് വളരാൻ തുടങ്ങും. എന്താണ്? അല്ലെങ്കിലും എനിക്ക് PSC എനിക്ക് ജോലി കിട്ടിയേനം, ഉടമ്പടി എടുത്തില്ലെങ്കിൽ കിട്ടിയേനം, അല്ല മറ്റവർക്ക് കിട്ടിയേനെ, കൂട്ടുകാരത്തിൽ കിട്ടിയല്ല, അവിടെ കിട്ടിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നീ ഉടനെ ദൈവത്തിന് കൊടുക്കാനുള്ള എടുത്തിട്ട് നീ സ്വയമായിട്ടത് നിൻ്റെ കഴിവിലാക്കി മാറ്റും. മക്കളുണ്ടാകണ കാര്യം അതുപോലെ തന്നെയാണ്. സ്ഥലം വിൽക്കണ കാര്യം അങ്ങനെയാണ്. താമസിക്കും തോറും ഉള്ളിൽ കള വളരാൻ തുടങ്ങും. എന്താണ്? മക്കളല്ലെങ്കിൽ കിട്ടിയേനും. അപ്പോൾ ഡോക്ടർമാർ പറയും, ഇതൊക്കെ ഇങ്ങനെ അവർ ഇംഗ്ലീഷ് ടെക്നിക്കൽ വാർഡൊക്കെ വന്നിട്ട് ഇങ്ങനെ പറയും. അതായത് വെറുതെ കുറേ നാൾ ഗർഭപാത്രം മക്കളിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തിട്ട് പെട്ടെന്നുണ്ടാകാൻ അപ്പോൾ ഒരു പ്രതിഭാസത്തെക്കുറിച്ച് പറയും. അപ്പോൾ നമുക്ക് അത് ശത്രു കൊണ്ടുവന്ന് പുറത്തുനിന്ന് വിതക്കും. ദൈവകാരികൾക്ക് കുഞ്ഞിനെ കൊടുത്തത്, പക്ഷെ ആരെങ്കിലും വന്നിട്ട് അത് അവർക്ക് അങ്ങനെ കിട്ടിയാൽ ഇവർക്ക് ഇങ്ങനെ കിട്ടിയത്, മറ്റവർക്ക് ഇങ്ങനെ കിട്ടിയത് പറഞ്ഞിട്ട് കളകൾ പറിച്ചു. ഇതിനകത്ത് തന്നെ നമുക്ക് തന്നെ സ്വന്തമായിട്ട് തോന്നാം. എന്താ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ സ്വാഭാവികമായിട്ട് കിട്ടിയതായിരിക്കും എന്ന് തോന്നും. അപ്പം കള അകത്തുനിന്ന് വളരുന്നതാണ്. എപ്പോഴും ഒരിക്കലും ശ്രദ്ധിക്കണം, ദൈവത്തിന് കൊടുക്കേണ്ടത് സ്വന്തമായിട്ട് എടുത്ത് ഉപയോഗിക്കരുത്. റോമ 1:21 എടുത്തേ. അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും അവിടുത്തെ
അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ മഹത്വപ്പെടുത്തുന്നതിന് അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ പ്രകാശിപ്പിക്കുന്നതിനും ചെയ്തില്ല. മറിച്ച് അവരുടെ യുക്തിവിചാരങ്ങൾ നിഷ്ഫലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിൽ ആണ്ടുപോവുകയും ചെയ്യും. എന്താണ് സാക്ഷ്യം പറയാതിരുന്നുള്ള കുഴപ്പം? അതാ, കുറച്ച് കഴിയുമ്പോൾ സ്വന്തം ക്രെഡിറ്റാണെന്ന് വിചാരിക്കുക. അതാണ് ഉള്ളിൽ നിന്ന് വളരുന്ന കള. അതുകൊണ്ട് ഏറ്റവും നല്ലത് ദൈവാനുഗ്രഹം കിട്ടിയാൽ നമുക്കറിയാൻ പറ്റും. അപ്പോൾ തന്നെ ദൈവത്തെ മഹത്വപ്പെടുത്തി നമ്മുടെ കടമ നിർവഹിക്കണം, അല്ലെങ്കിൽ അത് കടമായിട്ട് മാറും. അത് ദൈവത്തെ മഹത്വപ്പെടുത്തി അത് 10 മനുഷ്യരോട് നീ പറയണം. ഉടമ്പടി എടുത്താണെങ്കിൽ നീ കൃപാസനം അൾത്താരം എന്ന് പറയണം. അല്ലാതെ നീ പ്രാർത്ഥിക്കുന്നതിൻ്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ മറ്റു മനുഷ്യർ പറയണം. നീ ദൈവത്തെ മഹത്വപ്പെടുത്തണം. കാര്യം ഈ മഹത്വപ്പെടുത്തുന്നത് എന്ന് പറയുന്നത് എപ്പോഴും ഏറ്റുപറച്ചിലാണ് വരണത്, അല്ലാതെ സ്വയംകൃത ചരിത്രമില്ല അതിൻ്റെ അകത്ത്. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റു പറയുന്നവനെ എൻ്റെ സ്വർഗ്ഗസ്ഥനായ പിതാവിനെ ഞാൻ ഏറ്റു പറയും. അപ്പോൾ നമുക്കൊരു അനുഗ്രഹം ദൈവത്തിൽ നിന്ന് കിട്ടിയാൽ മറ്റുള്ളവർക്ക് വിശ്വാസം ഉണ്ടാകാൻ വേണ്ടി അത് നമ്മൾ ഏറ്റു പറയണം. ദൈവത്തെ മഹത്വപ്പെടുത്തണം. ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ റോമ 4:20 അനുസരിച്ചുകൊണ്ട് നമ്മൾ വിശ്വാസത്തിൽ വളരും. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിന്നെ ഞാൻ ഉടമ്പടിയിൽ വയ്ക്കാത്ത ഒരു കാര്യമാണ്, എൻ്റെ ഭർത്താവിന് 25 കൊല്ലമായിട്ട് ചൂടുവെള്ളത്തിലാണ് കുടിച്ചുകൊണ്ടിരുന്നത്. തണുത്തതൊന്നും ഉപയോഗിക്കാൻ പറ്റിയാല. തണുത്ത വെള്ളത്തിൽ കുളിക്കുകയോ എല്ലാം ചെയ്താൽ തുമ്മലും ജലദോഷമൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് തൈലം കൊണ്ടുപോയി ഞങ്ങൾ നെറ്റിയെ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഇപ്പം 3 വർഷമായിട്ട് പച്ചവെള്ളത്തിലാണ് കുളിക്കുന്നത്. ഇപ്പം തണുത്ത എന്ത് വേണേലും ഉപയോഗിക്കാം, ഐസ്ക്രീമും ഒക്കെ ഉപയോഗിക്കാം, ഒരു കുഴപ്പവും ഇല്ല. ഇപ്പം അത് ദൈവത്തിന് ഇത്രയും തന്നതിന് ദൈവത്തിന് നന്ദി പറയുന്നു. ആദ്യമായി എനിക്ക് ഇവിടെ വന്ന് അൾത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ച അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് രാജീവ് ബാബു. ഞാൻ മാനന്തവാടി രൂപതയിൽ നിന്ന് കൊട്ടിയൂർ ഇടവകയിൽ നിന്നുമാണ്. ഞാൻ 2020 മെയ് 8 ഓൺലൈൻ ഉടമ്പടി എടുത്തത്. അതിനു മുമ്പ് എനിക്ക് പല പ്രാവശ്യം ഈ പത്രം എൻ്റെ കൈകളിൽ കൂടി വരികയും പക്ഷേ അതെനിക്കൊന്ന് നോക്കുവാൻ പോലുമുള്ള ഒരു മനസ്സുണ്ടായിരുന്നില്ല. കാരണം ഞാൻ ഓൾറെഡി ഫുൾ ടൈം പ്രാർത്ഥനയിൽ തന്നെയായിരുന്നു.
അപ്പോൾ രാവിലെ പള്ളിയിൽ പോയി തിരിച്ചു വന്നു. പിന്നെ അത്യാവശ്യം പണികൾ കഴിച്ചു. ഞാനും ഹസ്ബൻഡ് വരുന്ന ജപമാല ചെല്ലും. അപ്പോൾ ഞാൻ ഓർത്തു ഇതിൽ കൂടുതലായിട്ട് ഇനി വേറൊന്നും വേണ്ടല്ലോ, ഇനി എന്തിനൊരു ഇങ്ങനെ ഒരു ഉടമ്പടി പ്രാർത്ഥന എന്നൊക്കെയായിരുന്നു എൻ്റെ ചിന്താഗതികൾ. പക്ഷേ അങ്ങനെ ഇരിക്കെ അപ്രതീക്ഷിതമായിട്ട് ഞാൻ 10 വർഷമായിട്ട് വീട്ടിലിരിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ അനിയത്തി പറഞ്ഞു, പാറ്റ്നയിൽ ഒരു ഹോസ്പിറ്റലുണ്ട്, നല്ല ഹോസ്പിറ്റലാണ്, നല്ല സാലറി ഉണ്ട്, മോളെ തന്നെ +2 പഠിക്കുക, അപ്പോൾ അവിടെ നിനക്ക് അവിടെ ജോലി ചെയ്യുകയും ചെയ്യാം, മോളെ അവിടെ നല്ലൊരു സിസ്റ്റേഴ്സിന് നല്ലൊരു കോളേജുണ്ട്, വിമൻസ് കോളേജ്, അവിടെ പഠിപ്പിക്കുകയും ചെയ്യാം, അങ്ങനെ നീ വന്ന് ജോയിൻ ചെയ്യാനും പറഞ്ഞ് എങ്ങനെയാണോ ഞാൻ അവിടെ പോകാൻ ഇടവരികയും 6 മാസം ഞാൻ അവിടെ വർക്ക് ചെയ്യുകയും ചെയ്തു. അവിടെ വർക്ക് ചെയ്തപ്പോൾ മുതൽ എനിക്കൊരു അസ്വസ്ഥതയായിരുന്നു. അവിടുത്തെ അന്തരീക്ഷം അത്ര ഒരു സംതൃപ്തിയായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഞാനൊരു 6 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ റെസിഗ്നേഷൻ കൊടുക്കുകയും പോരാൻ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ റെസിഗ്നേഷൻ കൊടുത്ത് പോരാനിരുന്നപ്പോൾ ലോക്ക്ഡൗൺ ആവുകയും അവിടെ നിന്ന് എനിക്ക് തിരിച്ചു പോരാൻ പറ്റാത്ത അവസ്ഥ വരികയും ചെയ്തു. അപ്പോൾ ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായി ഈ അൾത്താരയിൽ വന്നു നിന്നുകൊണ്ട് എനിക്ക് സാക്ഷ്യം പറയാൻ അനുവദിച്ച അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് രാജീവ് ബാബു. ഞാൻ മാനന്തവാടി രൂപത കൊട്ടിയൂർ ഇടവകാംഗമാണ്. ഞാൻ ആദ്യമായി ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത് മെയ് 8, 2020 അന്ന് അതിനു മുമ്പ് പല പ്രാവശ്യം എൻ്റെ കൈകളിൽ കൂടെ ഈ കൃപാസന പത്രം വന്നിരുന്നുവെങ്കിലും അതൊന്നും നോക്കുവാൻ പോലുമുള്ളൊരു മനസ്സൊന്നും എനിക്കുണ്ടായിരുന്നില്ല. കാരണം ഞാൻ വിചാരിച്ചു ഉടമ്പടി എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. പിന്നെ അതൊന്ന് വായിച്ച് നോക്കാനുള്ളൊരു മനസ്സും എനിക്ക് വന്നില്ല. കാരണം ഞാൻ എന്നും പള്ളിയിൽ പോകുന്നു, വന്നിരുന്ന് എൻ്റെ പണികളെല്ലാം കഴിച്ചു, ഞാനും ഹസ്ബൻഡ് വരുന്നു കണ്ടിന്യൂസ് ഇരുന്ന് ജപമാല ചെല്ലും. അപ്പോൾ നമുക്ക് ആത്മീയമായി ജീവിച്ച് മരിക്കണമെന്ന് മാത്രം ഞങ്ങൾ ചിന്തിച്ചിട്ടുള്ളൂ, വേറെ കൂടുതലായിട്ടൊന്നും ചിന്തിച്ചിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ വേറൊരു രീതിയിൽ ചിന്തിക്കാൻ തയ്യാറാകാത്തതുകൊണ്ട് ഞാൻ ആ പത്രം നോക്കിയത് പോലുമില്ല. അതിനുശേഷം അപ്രതീക്ഷിതമായിട്ട് എൻ്റെ അനിയത്തി ഒരു നോർത്ത് ഇന്ത്യയിലാണ് വർക്ക് ചെയ്യുന്നത്, അവർക്ക് അവിടെ സ്കൂളൊക്കെ ഉണ്ട്. അപ്പോൾ അവനോട് പറഞ്ഞു, അവിടെ നീ വെറുതെ ഇരിക്കുമല്ലേ, അവിടെ നല്ലൊരു ഹോസ്പിറ്റലുണ്ട്, നല്ല സാലറിയുമാണ്, വെറുതെ വർക്ക് ചെയ്യാതിരിക്കേണ്ട കാര്യമില്ലല്ലോ, അവിടെ നല്ലൊരു കോളേജുണ്ട്, വിമൻസ് കോളേജ്, അവിടെ മോളെ പഠിപ്പിക്കുകയും ചെയ്യാം, അപ്പം നിനക്ക് അവിടെ വർക്ക് ചെയ്യുകയും ചെയ്യാം, മോളെ അവിടെ +2 കഴിയുമ്പം പഠിപ്പിക്കാനും വിടാം, നല്ല ഒരു ഉപാധിയാണ്, നീ വരാൻ പറഞ്ഞ് അങ്ങനെ ഞാൻ ആ ഹോസ്പിറ്റലിൽ പോയി ജോയിൻ ചെയ്തു. അവിടെ 6 മാസം ജോലി ചെയ്തപ്പോൾ തന്നെ എനിക്കൊരു അസ്വസ്ഥത തോന്നി. അവിടുത്തെ ഒരു രീതികളൊന്നും എനിക്കൊരു സംതൃപ്തി തോന്നിയില്ല. അപ്പോൾ ഞാൻ ആ ഹോസ്പിറ്റലിൽ നിന്ന് റിസൈൻ ചെയ്തു. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, മാതാവേ എൻ്റെ മോളെ ഞാൻ എവിടെയാണ് കോളേജിൽ വിടുക, മാതാവിന് ഇഷ്ടമുള്ള സ്ഥലത്ത് എനിക്ക് ഒരുക്കി തന്നേക്കണമേ എന്ന് ഞാൻ എപ്പോഴും പണ്ട് മുതലേ ഓരോ കാര്യത്തിനും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. മാതാവിന് ആഗ്രഹിക്കുന്നത് മാത്രമേ എനിക്ക് ചെയ്തു തരാവുള്ളൂ എന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ റിസൈൻ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഞാൻ ആ സമയത്ത് കൊറോണ മൂലം എനിക്ക് തിരിച്ചു വരേണ്ട വന്നു. ആ കൊറോണ മൂലം ലോക്ക്ഡൗൺ ആവുകയും ചെയ്തു. ഞാൻ റെസിഗ്നേഷൻ കൊടുക്കുകയും ചെയ്തു. എനിക്ക് അവിടുന്ന് പോരാൻ യാതൊരു മാർഗവുമില്ല. പല ഫ്ലൈറ്റുകൾ ബുക്ക് ചെയ്തു, എല്ലാം ക്യാൻസലായി പോയിക്കൊണ്ടിരുന്നു. അവസാനം മാതാവിനോട് ഉടമ്പടിയിൽ വെച്ച് ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥനയുടെ ഫലമായിട്ട് അപ്രതീക്ഷിതമായിട്ട് അവിടുന്ന് ഒരു വണ്ടി അറേഞ്ച് ചെയ്യുകയും എത്ര പൈസ മുടക്കിയാൽ പോലും പോരാൻ മാർഗമില്ലാത്ത ആ ഗുരുതരമായ അവസ്ഥയിൽ ഞങ്ങൾക്ക് യാതൊരു ചിലവുമില്ലാതെ എന്നെ മാതാവ് വീട്ടിലെത്തിക്കുകയും ചെയ്തു. അതിനുശേഷം പിന്നെ അതിന് +2 റിസൾട്ട് വന്നു, നല്ല മാർക്ക് മോൾക്ക് കിട്ടി, മാതാവ് അനുഗ്രഹിച്ചു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ ഒരിക്കലും പുറത്തേക്ക് വിടണമെന്നൊന്നും മോളെ ആഗ്രഹിച്ചിരുന്നില്ല. എങ്കിലും ആ സമയത്ത് മാതാവ് അങ്ങനെ ഒരു ഓപ്ഷൻ ഞങ്ങളുടെ മുന്നിൽ വെക്കുകയും ഞങ്ങളത് അതിനുവേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുകയും ചെയ്തു. അങ്ങനെ UK ഹയർ സ്റ്റഡീസിന് വിടാൻ വേണ്ടി പ്ലാൻ ഇട്ടു. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ശരിക്കും സ്ഥലമൊക്കെ വിൽക്കാനുണ്ട്. പെട്ടെന്ന് തീരുമാനിച്ചാൽ വിൽക്കാൻ നടക്കില്ലല്ലോ. അപ്പോൾ ലോൺ എടുക്കാമെന്ന് തീരുമാനിച്ച് ബാങ്കിൽ ചെന്നപ്പോഴാണ് അറിയുന്നത് സിവിൽ സ്കോർ കുറവാണ്, 568 ഉള്ളൂ. ഞങ്ങൾ അതിനു മുമ്പ് ഒരിക്കലും ലോൺ എടുത്തിട്ടില്ല. അപ്പം ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ല. കാരണം ഞങ്ങൾ ആർക്കോ വേണ്ടിയിട്ട് ജാമ്യം നിന്നിട്ടുണ്ട്, അതിൻ്റെ പേരിലാണ് ഞങ്ങളുടെ സ്കോർ കുറഞ്ഞു പോയത്. അപ്പം പിന്നെ ഞങ്ങൾക്ക് ലോൺ കിട്ടാൻ യാതൊരു മാർഗവും ഇല്ല. അങ്ങനെ ഞങ്ങൾ വിഷമിച്ച് പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ മോളോട് പറഞ്ഞു, മോളെ വിഷമിക്കേണ്ട, മാതാവ് എന്തെങ്കിലും ഉപാധി തരും, നമുക്ക് പ്രാർത്ഥിക്കാം, മാതാവ് അത്ഭുതം ചെയ്യുന്നതാണ്, അതുകൊണ്ട് നീ പേടിക്കൊന്നും വേണ്ട, ദൈവം നിൻ്റെ കാര്യം നടത്തി തരുമെന്ന്. അന്ന് തന്നെ ഞങ്ങൾ വിഷമിച്ചിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബെഡിലിരുന്നുകൊണ്ട് ഇങ്ങനെ അവളിങ്ങനെ നോക്കാം. ബാങ്കിൽ നിന്ന് പറഞ്ഞു 568 ഉള്ളൂ നിങ്ങളുടെ സിബിൽ സ്കോർ, അത് കൂടണമെങ്കിൽ 2.5-3 വർഷം കഴിയും, അല്ലാണ്ട് നടക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ നീ പേടിക്കേണ്ട, നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ വന്നിരുന്ന് ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചൊക്കെ ഞങ്ങൾ ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുമ്പോൾ ഇവളിങ്ങനെ ഓൺലൈനിൽ ചെക്ക് ചെയ്യുകയാണ് എങ്ങനെയാണ് എൻ്റെ സിവിൽ സ്കോർ കൂടാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ എന്ന്. അപ്പോൾ ഇങ്ങനെ കണ്ടു ഹൗ ടു ചെക്ക്. പെട്ടെന്ന് തന്നെ ഈ സിവിൽ സ്കോർ ഇവൾ ഓൺലൈൻ ചെക്ക് ചെയ്യുകയും ആ സമയത്ത് 568 എന്നുള്ളൊരു സ്കോറിൽ വന്നു നിന്ന സംഭവം പെട്ടെന്ന് ഞാനും മോളും നോക്കുമ്പം അത് പെട്ടെന്ന് 759 എന്ന ലെവലിലേക്ക്
കൂടി. അപ്പോൾ അതിനു മുമ്പ് അന്ന് ഉച്ചയ്ക്ക് നോക്കിയപ്പോഴായിരുന്നു 568 ബാങ്കിൽ കണ്ടത്. ഉച്ച കഴിഞ്ഞ് 2 മണിക്കൂറിന് ശേഷം ഞങ്ങൾ നോക്കുമ്പോൾ 759 എന്ന ലെവലിലേക്കാക്കി മാതാവ് ഉയർത്തി തന്നു. പിന്നെ ഞങ്ങൾ ആ സ്കോർ വെച്ച് ബാങ്കിൽ ചെന്ന് വേറൊരു ബാങ്കിൽ ചെന്ന് അപ്ലൈ ചെയ്തു. ഞങ്ങൾക്ക് ലോണ് കിട്ടാമെന്ന് വെച്ചു. പക്ഷേ ലോണ് കിട്ടാമെന്ന് വെച്ച ബാങ്കിൽ വന്നിരുന്ന പുതിയൊരു മാനേജർ വരികയും ആ മാനേജർക്ക് ഒരു പേപ്പർ വർക്കുകൾ ചെയ്യാൻ അറിയില്ലായിരുന്നു. ഞങ്ങളോട് പറഞ്ഞ് തരാമെന്ന് പറയും, പക്ഷേ ഒരു പേപ്പറുകളും നീങ്ങുന്നില്ല. അവസാനം ഞങ്ങളുടെ അവിടെയുള്ള അസിസ്റ്റൻറ്റ് മാനേജർക്ക് മനസ്സിലായി ഒരു കാര്യവും നടക്കില്ല, സമയം കഴിഞ്ഞു പോകും, ജനുവരി ആയാൽ പോലും ജനുവരിൻ്റെക്ക് കയറി പോകാൻ പോലും നമുക്ക് ഈ ലോൺ സാങ്ഷനായി കിട്ടില്ല എന്ന്. അപ്പം അസിസ്റ്റൻറ്റ് മാനേജർ പറഞ്ഞു, ഞാൻ തന്നെ ചെയ്തു തരാം, പേടിക്കണ്ട, അതിന് വേണ്ട പേപ്പേഴ്സ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ കാര്യം ചെയ്തു. അങ്ങനെ അവസാനം ഇതിപ്പോൾ ഞാൻ പറഞ്ഞു, ലോണ് സമയമാകുമ്പോഴത്തേക്കും ചെയ്തു തന്നേക്കാം, അതിന് മുമ്പുള്ള പൈസകളെല്ലാം ഞങ്ങൾ അടച്ചോളാം, പക്ഷേ ലാസ്റ്റ് സ്റ്റേജ് ആകുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് പേപ്പർ വേണം, സാങ്ഷൻ ലെറ്റർ വേണ്ടി വരും സബ്മിറ്റ് ചെയ്യണമെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പൈസകളെല്ലാം ആദ്യത്തേതും രണ്ടാമത്തേതും ഒക്കെ അടച്ചു. ലോണിൻ്റെ പേപ്പർ സബ്മിറ്റ് ചെയ്യേണ്ട സമയമായപ്പോൾ ഈ അസിസ്റ്റൻറ്റ് മാനേജർ പെട്ടെന്ന് ആക്സിഡൻ്റായിട്ട് ICUവിലായി. അത് ഞങ്ങൾ അറിയുന്നില്ല. അപ്പോൾ 2 ദിവസം കൊണ്ട് ഞങ്ങൾക്ക് ഈ പേപ്പർ വിടുകയും ചെയ്യണം, ആ ആഴ്ച തന്നെ പേപ്പർ സാങ്ഷനായ ലെറ്റർ കിട്ടുകയും ചെയ്യണം. അപ്പം ഞങ്ങൾ ഈ മനുഷ്യന് അപ്പോൾ ആ ICUവിലായിരുന്ന അസിസ്റ്റൻറ്റ് മാനേജറെ പെട്ടെന്ന് ഞങ്ങളെ വീട്ടിലോട്ട് വിളിക്കുക, അനിയനെ കൊണ്ട് വിളിപ്പിക്കുകയാണ്. ഞങ്ങളുടെ ലോണിൻ്റെ പേപ്പർ വേണ്ട സ്ഥലത്തൂടെ ഇന്ന നമ്പറുകളെ വിളിച്ചിട്ട് ഫോർവേഡ് ചെയ്തില്ലെങ്കിൽ നടക്കില്ല, ഞാൻ ICUവിലാണുള്ളത്, എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് തന്നത് റീജിയണൽ അസറ്റ് ഹബിലെ, അതായത് 30 എബോവ് ലാക്സ് ലോൺ കിട്ടേണ്ടത് റീജിയണൽ അസറ്റ് ഹബിൽ നിന്നാണ് ഇതൊക്കെ സാങ്ഷൻ ആകേണ്ടത്. അപ്പോൾ ആ സാങ്ഷൻ ആകേണ്ട അയാളുടെ നമ്പർ, ആ മാനേജറുടെ നമ്പർ തന്നിട്ട് അയാളെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അയാളെ വിളിക്കുകയും അയാൾ നേരിട്ട് ഞങ്ങൾക്ക് ലോണിൻ്റെ സാങ്ഷനാക്കി 2 ദിവസം കൊണ്ട് ലോൺ സാങ്ഷനാക്കി തരികയും ഞങ്ങളുടെ തന്നെ മൊബൈലിലേക്ക് അതിൻ്റെ സാങ്ഷൻ ലെറ്റർ അയച്ചു തരികയും ചെയ്തു. അങ്ങനെ എനിക്ക് 2022 സെപ്റ്റംബർ മാസം ഒരു രോഗമുണ്ടായി. അത് CSF ലീക്കിംഗ് എന്നാണ്. അതായത് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിൽ നിന്ന് ഫ്ലൂയിഡ് മൂക്കിൽ കൂടി വരിക, ഒരു മൂക്കിൽ കൂടി വരികയായിരുന്നു. ഞാനിത് കണ്ടു കഴിഞ്ഞ് 2 ആഴ്ച ആയപ്പോൾ ഡോക്ടറെ കൊണ്ട് കാണിച്ചു. ഡോക്ടർ ചെക്കപ്പ് ചെയ്തപ്പോൾ ആദ്യമൊന്നും മനസ്സിലായില്ല. പിന്നെ CT സ്കാൻ ചെയ്തു, അതിലും മനസ്സിലായില്ല. CT സ്കാൻ ചെയ്തിട്ട് ഞാനിവിടെ എങ്ങനെയാണ്, എത്ര നാളായി, എങ്ങനെ വന്നുകൊണ്ടിരുന്നു, അതുമൂലമുണ്ടായിരുന്ന അസ്വസ്ഥതകൾ എന്തെല്ലാമാണ്? എനിക്കത് വരുമ്പോൾ ഭയങ്കര തലവേദനയാണ്. തലവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല നെറ്റി പൊട്ടി പൊളിഞ്ഞു പോകും. അതുപോലെ തന്നെ തലയുടെ പുറകുഭാഗം ഭയങ്കര വേദന, നമുക്ക് തൊടാൻ പറ്റില്ല തല, അതുപോലെ വേദനയായിരിക്കും. ആ വേദന എടുത്തു കഴിഞ്ഞ് കുറേ നേരത്തേക്ക് കണ്ണിൽ നിന്ന് തന്നെ, വേദന കൊണ്ട് കണ്ണിൽ നിന്ന് തന്നെ വെള്ളം വരും, അതുപോലെ വേദനയാണ്. പിന്നെ ഹസ്ബൻഡും മോളും മെല്ലെ ഒന്ന് തൊട്ടാണ് അതൊന്ന്, എന്നാലും വേദന വിടില്ല. കുറേ നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ ആ വേദന ഒന്ന് വിടും. എന്നിട്ട് വീണ്ടും അതുപോലെ തന്നെ അത് നമ്മൾ കിടക്കുമ്പോൾ വീണ്ടും വരും. കിടക്കുക എന്നല്ല, നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും ഒന്ന് തല കുനിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം വരും വെള്ളം. അത് നമ്മുടെ തെളിനീര് വെള്ളമാണ് വരിക. പക്ഷേ ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത് CT സ്കാൻ ചെയ്തപ്പോൾ അതിനകത്ത് ഒന്നും കണ്ടില്ല. അപ്പം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് ഞാൻ CT സ്കാൻ്റെ അതിന് റിസൾട്ട് അറിയാൻ ഞാൻ പോയപ്പോൾ അതിനകത്തൊന്നും കാണല്ലേ എന്ന് പ്രാർത്ഥിച്ച് ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തിട്ട് ഞാൻ പോയത്. പക്ഷേ അതിലൊന്നും കണ്ടില്ല. ഡോക്ടർ പിന്നെ പറഞ്ഞു CT സ്റ്റിനോഗ്രാം ചെയ്യാമെന്ന് പറഞ്ഞു. CT സ്റ്റിനോഗ്രാം ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നട്ടെല്ലി കൂടെ മരുന്ന് കുത്തിയിട്ടാണ് ചെയ്യണത്. നട്ടെല്ലി കൂടെ മരുന്ന് കുത്തുക എന്ന് പറഞ്ഞാൽ ഒരു കുത്തൊന്നുമല്ല, 5-6 കുത്തു കിട്ടി. 5-6 കുത്ത്, ഓരോ കുത്തും കുത്തുക, ബ്ലഡ് വരിക, ഇതന്നെയായിരുന്നു. അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചത് മാതാവേ എന്ന് മാത്രം ഞാൻ വിളിച്ച് പ്രാർത്ഥിച്ചത്. മാതാവേ, ഒരു തുള്ളി മരുന്ന് എൻ്റെ തലയിൽ കയറരുത്, അത് തലയിൽ കയറിയാൽ മാത്രമേ അവർക്ക് സ്പോട്ട് അറിയുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ അത് കയറിയിട്ടുണ്ടെങ്കിൽ എൻ്റെ മരണം വരെ സംഭവിക്കാമെന്ന് ഡോക്ടർ എഴുതി ഒപ്പിട്ട് വാങ്ങിയിട്ടാണ് ചെയ്യണത്. അത് ഒരു തുള്ളി പോലും, 6 കുത്തി തന്നെ ഒരു തുള്ളി പോലും മരുന്ന് എൻ്റെ തലയിൽ കയറിച്ചില്ല മാതാവ്. പിന്നെ അവിടെ നിന്ന് ഞാൻ വേദന കൊണ്ട് നടന്നു പോയ ആൾ സ്ട്രെച്ചറിൽ കിടന്നു വന്നു. എത്ര ഹോസ്പിറ്റലുകളിൽ പോയി? എങ്ങനെയാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മറ്റ് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നത്? ഞാൻ ആദ്യം പോയത് മെഡിക്കൽ കോളേജിലാണ്. അവിടെ തന്നെയാണ് ഈ ഡോക്ടറൊക്കെ കാണുന്നത്.
അത് കഴിഞ്ഞ് MRI ചെയ്തപ്പോഴും പിറ്റേ ദിവസം MRI ചെയ്യണമെന്ന് പറഞ്ഞു. MRI ചെയ്തു. അപ്പോൾ അതിൽ പറഞ്ഞു തലച്ചോറിനെ കവർ ചെയ്യുന്ന പാടയ്ക്ക് ചെറിയൊരു ഹോളുണ്ട്, അതിൽ നിന്നാണ് ഈ ഫ്ലൂയിഡ് മൂക്കിൽ കൂടെ ഒഴുകുന്നത്. അവിടെ നിന്ന് ആ ഡോക്ടറെ കണ്ടു ഞങ്ങൾ തിരിച്ചു വന്നു. പിറ്റേ ദിവസം ഡിസ്ചാർജ് ചെയ്തു. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് കാണാൻ ചെല്ലണമെന്ന് പറഞ്ഞിട്ടാണ് വിട്ടത്. 2 ദിവസം കഴിഞ്ഞു. ആ ഡോക്ടറെ തന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു തല തുറന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. തല തുറന്ന് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൈഡ് എഫക്റ്റ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് മണം പോകും, ടേസ്റ്റ് പോകും, എനിക്ക് എന്ത് വേണമെങ്കിലും സൈഡ് എഫക്റ്റ് വരാം, എൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കോ എന്ത് വേണമെങ്കിൽ, ഞാൻ ചിലപ്പോൾ കിടപ്പിലായെന്ന് വരാം. പക്ഷെ ഞാൻ അപ്പോഴും എൻ്റെ മാതാവിനോട് പ്രാർത്ഥിച്ചു, എൻ്റെ തലയിൽ കത്തി തൊടാൻ അനുവദിക്കരുതേ മാതാവേന്ന്. അതുപോലെ തന്നെ മാതാവ് കത്തി തൊടാതെ തന്നെ അമ്മ പിറ്റേ ദിവസം ഞാൻ എന്നിട്ട് വീണ്ടും ഡോക്ടറെ കണ്ടിട്ട് പിന്നെ ഞങ്ങൾ വന്നു. പിന്നെ ഞങ്ങൾ വേറൊരു ഡോക്ടറെ കണ്ടു. ആ ഡോക്ടറും ഇതേ തന്നെ പറഞ്ഞത്, തല തുറന്നേ ഓപ്പറേഷൻ ചെയ്യാവുള്ളൂ. എന്നിട്ടും വീണ്ടും ഞങ്ങൾ പോയി കണ്ടു. അങ്ങനെ 5 ഡോക്ടർമാരെ കണ്ടു. വീടുകളിൽ കയറി ഡോക്ടറെ കണ്ട് 6ാമത്തെ ഡോക്ടറെ കണ്ടപ്പോൾ 6ാമത്തെ ഡോക്ടർ കാണിച്ചത് തന്നെ മാതാവാണ്. എൻ്റെ നാത്തു മുഖാന്തരമാണ് ആ ഡോക്ടറെ കാണാൻ പറഞ്ഞത്. ആ ഡോക്ടറെ കാണാൻ പോയി.